ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ സമന്വയ വഴി എങ്ങനെ സ്റ്റാഫ് ഫിക്സേഷൻ എല്ലാം ചെയ്യാമെന്നുള്ളതാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായി നമുക്ക് സമന്വയ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ആദ്യമേ കാണുന്ന ലിങ്കിൽ നമുക്ക് കയറി നോക്കാവുന്നതാണ്. സമന്വയ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമ്പൂർണ്ണ യൂസർ നെയിമും പാസ്വേഡുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ക്യാപ്ച ഏതാണെന്നുള്ളത് അതും ടൈപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്കൂൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലോഗിൻ യൂസിങ് സമ്പൂർണ്ണ എന്നുള്ളത് ഓൺ ആക്കി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ കാണുന്ന ഇൻ്റർഫേസാണ് സമ്പൂർണ്ണയുടെ ഹോം പേജ്. ഇപ്പോൾ നമുക്കിവിടെ ഇതെല്ലാം നമുക്ക് പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഫിക്സ്ഡ് വർക്കിൻ്റെ സ്ട്രെങ്ത്, സ്റ്റാഫ് സ്റ്റേറ്റ്മെൻറ്റ്, പ്ലാൻ ആൻഡ് ഫിറ്റ്നസ് ഡീറ്റെയിൽസ്, റീഅഡ്മിഷൻ ഓർ സ്ട്രെങ്ത് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പൂരിപ്പിക്കാനുള്ളത്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്ത സംഭവങ്ങളെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ അക്കാദമിക് ഇയറിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വർഷത്തെ വേണമെങ്കിലും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ ഫിറ്റ്നസ്സാണ്. ആ ഫിറ്റ്നസ്സിൻ്റെ ഫോട്ടോ നമ്മൾ PDF ആയിട്ട് സൂക്ഷിച്ച് വെക്കുക. ഒരു ഇമേജ് എങ്ങനെ PDF ആക്കാമെന്ന് പലർക്കും അറിയത്തില്ല. അറിയാവുന്നവർ ഇത് സ്കിപ്പ് ചെയ്തിട്ട് കേട്ടാൽ മതി. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഗൂഗിളിൽ തന്നെ നമുക്കത് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഇമേജ് ടു PDF എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ അധികം സൈറ്റുകൾ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഏത് ഇമേജ് വേണമെങ്കിലും PDF ആക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പം തൽക്കാലം ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുകയാണ്. ഇതിൽ കാണുന്ന ഏത് സൈറ്റിൽ വേണമെങ്കിലും കയറാം. ഇപ്പോൾ ഞാൻ ആദ്യമേ കാണുന്ന ഒരു സൈറ്റിൽ കയറുന്നു. അപ്പോൾ അതിനകത്ത് ഇമേജ് സെലക്ട് ഇമേജ് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ PDF ആക്കി എടുക്കാനുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ആ സൈറ്റിനകത്ത് കാണാവുന്നതാണ്. പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും എല്ലാം ഉണ്ട്. നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ സെറ്റിങ് കൊടുക്കുക. സ്മോൾ ആണോ ബിഗ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൊടുത്തതിന് ശേഷം കൺവേർട്ട് ടു PDF കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ ഇപ്പം ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കത് ആ ഒരു PDF ഒരു ഇമേജ് നമുക്ക് PDF ആയിട്ട് ഇതിനകത്ത് ഇപ്പോൾ സേവ് ആയി കിട്ടുന്നതാണ്. സമന്വയ വഴി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഫിഫ്ത്ത് വർക്കിൻ്റെ സ്ട്രെങ്ത് ആണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സമ്പൂർണ്ണയ്ക്കകത്ത് കയറ്റിയേക്കുന്ന സമ്പൂർണ്ണയുള്ള അതേ ലിസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം ഓക്കെ ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ശേഷം നമുക്ക് ഏറ്റവും താഴെ കൺഫേം സ്ട്രെങ്ത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനത് ചെയ്യുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പം മാറ്റാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ശ്രദ്ധയോടുകൂടി നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്തു, കൺഫേം കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ കൺഫേംഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിപ്പം ചെയ്ത കാര്യങ്ങൾ ഇവിടെ പച്ച കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഇതെല്ലാം റെഡായിരുന്നു, ഇപ്പോൾ പച്ച കളറിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് സൂക്ഷിച്ച് സേവ് ചെയ്യാം. അടുത്തതായിട്ട് സ്റ്റാഫ് സ്റ്റേറ്റ്മെൻറ്റും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ക്രിയേറ്റ് സ്റ്റാഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലിങ്ക് വരുന്നതാണ്. അതുപോലെ തന്നെ മുകളിലെ റെപ്പോസിറ്ററി എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടീച്ചേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരുന്നതായിരിക്കും. ഇനിയിപ്പം നമുക്ക് ഒരു ടീച്ചർ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോയിട്ടുണ്ട് എങ്കിൽ നമുക്കിവിടെ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഇവിടെ ഏതെങ്കിലും ഒരു ടീച്ചർ ട്രാൻസ്ഫറായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ എന്ന് കൊടുക്കുക. എന്നാണ് ട്രാൻസ്ഫർ ആയത്, ഏത്
ജില്ലയിലോട്ടാണ്, ഏത് സ്കൂളാണ് എന്നൊക്കെയുള്ളത് കൊടുത്ത് സേവ് ചെയ്യുകയാണെങ്കിൽ ആ ടീച്ചർ സമന്വയ വഴി അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഓക്കെ, ഞാൻ തിരിച്ച് സ്റ്റാഫ് ലിസ്റ്റിലോട്ട് തന്നെ വരികയാണ്. സ്റ്റാഫ് ലിസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ക്രിയേറ്റ് സ്റ്റാഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പഴയ ലിസ്റ്റിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളവർ ആരൊക്കെ ഇവിടെ ഉണ്ടോ അവർക്ക് മാത്രം ടിക്ക് കൊടുക്കുക, അല്ലാത്തവരെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ക്രിയേറ്റ് സ്റ്റാഫ് ലിസ്റ്റ് വിത്ത് സെലക്റ്റഡ് സ്റ്റാഫ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് സീനിയോറിറ്റി റാങ്ക് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും HM ആയിരിക്കും സീനിയോറിറ്റി റാങ്കിൽ ഒന്നാമത് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ സീനിയോറിറ്റി റാങ്ക് എന്ന് പറഞ്ഞ് 1 കൊടുക്കുക. ഇനിയിപ്പോൾ HM കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റാഫ്, ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന 3 പേരും ടീച്ചേഴ്സാണ്. ഈ ടീച്ചേഴ്സിൽ സീനിയോറിറ്റി എങ്ങനെയാണോ വരുന്നത് അവർക്ക് 1 എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 1 ഇപ്പോൾ ഈ 3 പേരിൽ ആർക്കാണോ സീനിയോറിറ്റി ഉള്ളത് ആ ഒരു സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്പർ കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ഒരാളും കൂടി ഉണ്ട്. ഇത് ഞങ്ങളുടെ PTCM ആണ്. അടുത്തൊരു കാറ്റഗറി ആയിട്ട് പരിഗണിച്ച് നമുക്ക് അവിടെയും സീനിയോറിറ്റി ലിസ്റ്റ് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പം സീനിയോറിറ്റി റാങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൺഫേം സബ്മിഷൻ കൊടുക്കാവുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് ഇത് ഒത്തിരി സ്റ്റാഫ് ഉണ്ട് എങ്കിൽ നമുക്ക് ഇവിടെ മേലെ ഡെസിഗ്നേഷൻ വെച്ച് നമുക്ക് തിരയാവുന്നതാണ്. ഡെസിഗ്നേഷൻ വെച്ച് ഇപ്പോൾ LPST ആണെങ്കിൽ LPSTയുടെ മാത്രമായിട്ട് വരും, പാർട്ട് ടൈം ആണെങ്കിൽ പാർട്ട് ടൈമിൻ്റെ മാത്രമായിട്ട് വരും. അവർക്ക് പ്രത്യേകം സീനിയോറിറ്റി ലിസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ കൺഫർമേഷൻ സബ്മിഷൻ കൊടുക്കുകയാണ്. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് പ്ലാൻ ആൻഡ് ഫിറ്റ്നസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. അതും ഇതുപോലെ തന്നെ ചെയ്യുക. കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. ഈ ഡീറ്റെയിൽസിനകത്ത് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കൂളിന് വ്യത്യാസമൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പം പൂരിപ്പിച്ച് കൊടുക്കാനുള്ളതെല്ലാം പൂരിപ്പിച്ച് കൊടുക്കുക. ഫിറ്റ്നസ് കിട്ടിയ തീയതി അതെന്നാണെന്നുള്ളത് ആ ഫിറ്റ്നസിൻ്റെ ഡേറ്റിനകത്ത് കാണും, ആ ഡേറ്റ് കൊടുക്കുക. ഇതിനകത്തൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമ്മളത് മാറ്റം വരുത്തുക. ഇനിയിപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂസ് ഫയൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഫിറ്റ്നസിൻ്റെ PDF കിടക്കുന്നത് അത് തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം അത് സേവ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അത് ഫിറ്റ്നസ് സേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പ്ലാൻ അത് നമുക്ക് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പുതിയ പ്ലാൻ ഇല്ല, പഴയതാണ് ഉള്ളതെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂസ് ലാസ്റ്റ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോപ്പപ്പ് വരും. അതിനകത്ത് എഫ് കൊടുത്താൽ മതി. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കഴിഞ്ഞ വർഷത്തെ പ്ലാൻ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് വേറെ കെട്ടിടങ്ങളൊന്നും പുതിയതായിട്ട് പണിതിട്ടില്ല എങ്കിൽ ആ പഴയത് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമുക്കിവിടെ എല്ലാം നോക്കുക. എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യാനുണ്ട് എങ്കിൽ സേവ് ചെയ്യുക. ഇവിടെ സേവ് ചെയ്യാനുള്ളത് ഞാൻ സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്കിവിടെ കൺഫർമേഷൻ സബ്മിഷൻ എന്ന് പറയുന്നത് വരികയുള്ളൂ. അപ്പോൾ അതും ക്ലിക്ക് ചെയ്യുക. കൺഫേം ചെയ്യുകയാണ്. ഇപ്പം എല്ലാ ഡീറ്റെയിൽസും ആയിട്ടുണ്ട്. റീ അഡ്മിഷൻ ഓർ സ്ട്രെങ്ത് ഡീറ്റെയിൽസ് അതും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം സേവ് ആൻഡ് കൺഫേം സ്ട്രെങ്ത് കൊടുക്കുക.
ഇപ്പം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും തന്നെ സേവ് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 2025-26 വർഷത്തിലെ നമുക്ക് ഇപ്പോൾ നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോൾ അത് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവിടെ പ്രിവ്യൂ ആൻഡ് ഫോർവേഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കുകയാണ് എങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാം ഓക്കെ ആണ് എങ്കിൽ നമുക്കത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിനിവിടെ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ നിറങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അതായത് അതെല്ലാം AEOയ്ക്ക് അല്ലെങ്കിൽ DEOയ്ക്ക് സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.